രാജ്യത്ത് ബി.ജെ.പി. അനുകൂല തരംഗമുണ്ടെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നുള്ള 28 സീറ്റുകളിലും പാർട്ടി വിജയിക്കുമെന്നുമാണ് കർണാടക ബി.ജെ.പി. അധ്യക്ഷൻ ബി.വൈ. വിജയേന്ദ്ര ഇപ്പോൾ പറയുന്നത്. രാജ്യത്തെ ബുദ്ധിമാനായ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഗിമ്മിക്ക് ഗ്യാരണ്ടികളിൽ വീഴില്ലെന്നും ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസൂത്രണ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആത്മവിശ്വാസത്തോടെയുള്ള നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യം അതിവേഗം വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വിജയിക്കും. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം കഴിവില്ലാത്ത കോൺഗ്രസ് കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം മോശമായെന്നും ക്രമസമാധാന പാലനത്തിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും ആരോപിച്ചു. മാത്രമല്ല 14 ബജറ്റുകൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത വരൾച്ചയും സമീപകാലത്ത് 500 കർഷകർ ആത്മഹത്യ ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്ക് ഒരു നഷ്ടപരിഹാരവും നൽകിയിട്ടില്ലെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തുറന്നടിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ സംസ്ഥാനത്തെ വോട്ടർമാർ ഒരുങ്ങുകയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി 28 സീറ്റുകളിലും വിജയിക്കുമെന്നും വിജയേന്ദ്ര പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബി.ജെ.പി. 25 സീറ്റുകൾ നേടിയപ്പോൾ പാർട്ടി പിന്തുണച്ച ഒരു സ്വതന്ത്രനും വിജയിച്ചു. കോൺഗ്രസും ജനതാദളും ഒരു മണ്ഡലത്തിൽ വീതം വിജയിക്കുകയുണ്ടായി. ഇത്തവണ ജെ.ഡി.എസും ബി.ജെ.പിയും സഖ്യകക്ഷികളായിട്ടാണ് മത്സരിക്കുന്നത്. അതേസമയം തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റ് നേടാനുള്ള വമ്പൻ തയ്യാറെടുപ്പിലാണ് ബി.ജെ.പി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 129 ലോക്സഭാ സീറ്റുകളിൽ 29 എണ്ണം മാത്രമേ ബി.ജെ.പിക്ക് നേടാനായിരുന്നുള്ളൂ. ഇതിൽ 25 സീറ്റും കർണാടകയിൽ നിന്നായിരുന്നു ബി.ജെ.പിക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കർണാടകയിലെ ഭരണം നഷ്ടപ്പെട്ടു. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ബി.ജെ.പിക്ക് 2019 അക്കൗണ്ട് തുറക്കാനായിരുന്നില്ല. ഈ അവസ്ഥ മറികടക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ഇവിടങ്ങളിൽ പ്രചരണത്തിനായി ധാരാളം സമയം ചെലവഴിക്കാനും വരുന്ന 2 മാസത്തിനുള്ളിൽ വികസന പദ്ധതികൾ ആരംഭിക്കാനുമാണ് ബി.ജെ.പിയുടെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും മുൻനിർത്തി ദക്ഷിണേന്ത്യയിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ. സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലയുടെ ആക്രമണാത്മക രാഷ്ട്രീയ നിലപാടിനെ തുടർന്ന് എ.ഐ.എ.ഡി.എം.കെ ബി.ജെ.പിയുമായുള്ള സഖ്യം അവസാനിപ്പിച്ചതിനാൽ ഇത്തവണ തമിഴ്നാട്ടിൽ ബി.ജെ.പി. ഒറ്റയ്ക്ക് പോരാടും. കേരളത്തിലും ബി.ജെ.പി. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ശക്തമായി നേരിടുകയും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുമുള്ള നീക്കത്തിലാണ്. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ബന്ദി സഞ്ജയ് കുമാറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയായത്. എന്നാൽ ബി.ആർ.എസിന്റെ തകർച്ചയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്.